ഇന്ന് നമുക്ക് രഞ്ജിത്തിൻ്റെ ചെറിയൊരു പ്രശ്നം വായിച്ച് കേൾക്കാം. മാഡം, എൻ്റെ പേര് രഞ്ജിത്ത്. ഞാൻ തിരുവല്ല നിന്നാണ് എഴുതുന്നത്. കല്യാണം കഴിഞ്ഞിട്ടിപ്പോൾ കുറേ നാളായി. എനിക്ക് ഒരു പ്രൈവറ്റ് കമ്പനിയിലാണ് ജോലി. എൻ്റെ ഭാര്യയെ കണ്ട് ഇഷ്ടപ്പെട്ടാണ് ഞാൻ കല്യാണം കഴിച്ചത്. അവൾക്കും വിവാഹത്തിന് മുമ്പ് എന്നോട് ഇഷ്ടക്കേടൊന്നുമില്ലായിരുന്നു. ജാതകവും നന്നായി ചേർന്നതാണ്. പക്ഷേ കല്യാണം കഴിഞ്ഞ രാത്രിയിൽ ഞാൻ പാല് പകുതി കൊടുത്തു കഴിഞ്ഞപ്പോൾ അവൾ കുടിക്കില്ല, അവൾക്കത് ഇഷ്ടമല്ലെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഞാൻ അമ്പരന്ന് പോയി. എന്നെ ഇഷ്ടമില്ലാതെയാണോ കല്യാണം കഴിച്ചെന്ന് ചോദിച്ചപ്പോൾ പറയുകയാണ് ഇഷ്ടമൊക്കെയാണ് എന്ന് വെച്ച് പാൽ പകുതി കുടിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന്. ആദ്യം മുതലേ തന്നെ നിഷേധാത്മകവും നിസ്സഹകരണവുമായ പ്രവർത്തനങ്ങളാണ് അവൾ കാഴ്ചവെക്കുന്നത്. ഞാൻ അവളുമായി അടുക്കാൻ ഒത്തിരി ശ്രമിച്ചു. പക്ഷെ പകൽ സമയത്ത് എല്ലാവരുടെ മുന്നിൽ വെച്ച് അവൾ ചിരിച്ചു കളിച്ച് സംസാരിക്കും. രാത്രിയായി കഴിഞ്ഞാൽ എന്നോട് യാതൊരു അടുപ്പമില്ല. ഞാൻ ചെല്ലുമ്പോഴേക്കും അകന്നു മാറും. വീട്ടിലെ അന്തരീക്ഷത്തിൽ ഇനി എന്തെങ്കിലും പ്രശ്നം കാണുമെന്ന് വിചാരിച്ച് ഞങ്ങളൊരിക്കൽ ടൂർ പോകാമെന്ന് പറഞ്ഞ് പോയി. ആ സമയത്ത് വേറെ ഹോട്ടൽ മുറിയെടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അവളോട് അടുത്ത് പെരുമാറാൻ ശ്രമിച്ചപ്പോൾ അവൾ പറയുകയാണ് ഇതിനാണോ എന്നെ ഇവിടെ കൊണ്ടുവന്നത്, എനിക്ക് സ്ഥലങ്ങളും മറ്റും കാണാനാണ് ഇഷ്ടമെന്ന്. അന്ന് എനിക്ക് നല്ല ദേഷ്യം വന്നു. ഞാൻ ചോദിച്ചു, നിന്നെ കാണാൻ വേണ്ടിയാണോ ഞാൻ കല്യാണം കഴിച്ചത്? ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിൽ എന്തൊക്കെ വേണമെന്ന് നിനക്കറിയില്ലേന്നും അതൊന്നും എനിക്ക് താല്പര്യമില്ല, എനിക്കതിനെപ്പറ്റിയൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറി. പിന്നീട് ഞാൻ എല്ലാവരോടും ഇത് പറയുമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് കുറച്ചെങ്കിലും സഹകരിക്കാൻ തുടങ്ങിയത്. അതും എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം, ആർക്കോ വേണ്ടി എന്തോ എന്നുള്ള രീതിയിലാണ് മാഡം. അവൾ ഒരു മരത്തടി പോലെയാണ്. യാതൊരു വിധത്തിലുള്ള സഹകരണ മനോഭാവങ്ങളുമില്ല. നിനക്ക് ആരോടെങ്കിലും പ്രേമമുണ്ടോ, അല്ലെങ്കിൽ മുൻപുണ്ടായിരുന്നോ, പ്രണയനൈരാശ്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അങ്ങനെയൊന്നുമില്ല. നിങ്ങളെന്തിനാണ് വെറുതെ കംപ്ലൈൻറ്റ് പറഞ്ഞത്? നിങ്ങളുടെ കാര്യങ്ങൾ നടക്കുന്നില്ലേ, പിന്നെ എന്തിനാണ് എൻ്റെ തോളിൽ കയറുന്നത്? ഇതൊക്കെ മതി എന്നുള്ള രീതിയിലാണ് പോകുന്നത്. മാഡം, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാകില്ല. എന്ത് ചെയ്യണമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആ പെൺകുട്ടിക്ക് പ്രണയനൈരാശ്യമല്ലെങ്കിലും വേറെന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്ന് ഒന്ന് ചോദിച്ചറിയണം. ചിലപ്പോൾ ഇഷ്ടമില്ലാത്ത കല്യാണമായിരുന്നു, വീട്ടുകാർ നിർബന്ധിച്ചിട്ടാണോ? ഇനി അതല്ല, അവൾക്ക് ഇത്തരം കാര്യങ്ങളോട് ഭയങ്കര ഭയമുള്ള ഒരു പെൺകുട്ടിയാണോ? അല്ലെങ്കിൽ പണ്ട് ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും പേടിപ്പെടുത്തുന്ന വേദനിപ്പിക്കുന്ന അനുഭവമാണോ? അല്ലെങ്കിൽ പുരുഷന്മാരോട് തന്നെ താല്പര്യമില്ലാത്തതാണോ? അതോ സ്വതവേ ഇത്തരം കാര്യങ്ങളോട് ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആൾക്കാരുമുണ്ട്, അങ്ങനെ അവസ്ഥയാണോ? അല്ലെങ്കിൽ അറിവില്ലായ്മയാണോ? ഇങ്ങനെയുള്ള എന്തെങ്കിലും കാരണങ്ങളാണോ എന്നുള്ളത് അവളോട് സ്നേഹത്തോടു കൂടി വഴക്കുണ്ടാക്കാതെ ഒരു ഫ്രണ്ട്ലി മോഡിൽ സംസാരിച്ച് ഒന്ന് ചോദിച്ച് മനസ്സിലാക്കുക. അത് കഴിഞ്ഞ ശേഷം അവൾക്ക് വേണ്ട കൗൺസിലിങ്ങോ അല്ലെങ്കിൽ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ കണ്ടിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്ത് നേരെയാക്കി എടുക്കാം. എന്താണ് ആ ഗ്യാപ്പ് എന്ന് നമുക്കറിയില്ല. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ക്ഷമയോടുകൂടി സ്നേഹത്തോടുകൂടി പെരുമാറിക്കഴിഞ്ഞാൽ അവളൊരു കൗൺസിലറിൻ്റെ അടുത്ത് എത്തിക്കാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു കാര്യങ്ങളാണെങ്കിലും പറഞ്ഞ് ശരിയാക്കാവുന്നതേ ഉള്ളൂ.